എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ LD ടൈപ്പിസ്റ്റ് പരീക്ഷ വരികയാണ്. അപ്പോൾ നമുക്കറിയാം 20 മാർക്കാണ് മലയാളത്തിനുള്ളത്. അപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ആ 20 മാർക്ക് നേടിയെടുക്കാനായിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനു മുന്നോടിയായി ഒരു മുൻവർഷ ചോദ്യവും അതിനോടനുബന്ധിച്ചുള്ള കുറെ കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സും അതിന്റെ അനുബന്ധ കാര്യങ്ങളും ഏവർക്കും ഒരുപാട് ഉപകാരപ്രദം ആകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്ലാസ് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക, അതിന്റെ അനുബന്ധ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുക. ഇനി തുടർന്നും ഉള്ള ക്ലാസ്സുകളിൽ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളും അതിന്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വിശദമായിട്ട് പരിചയപ്പെടുന്നതായിരിക്കും. അപ്പോ നോക്കാം നമുക്ക്. ശരിയായ പദം ഏത് എന്നായിരുന്നു ഒരു ചോദ്യം. അതായത് നമ്മുടെ 20 മാർക്കാണെന്ന് പറഞ്ഞല്ലോ മലയാളത്തിന്. അതിലെ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു, ശരിയായ പദം ഏത്? അപ്പോ ആ 20 മാർക്ക് നമ്മുടെ LD ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ആ 20 മാർക്കിൽ ഇതുവരെയുള്ള വന്ന രീതി അനുസരിച്ച് 2 പദശുദ്ധി ഉണ്ടാവും, 2 വാക്യശുദ്ധി ഉണ്ടാവും, 2 പര്യായം, 2 വിപരീതം ഒക്കെയാണ് ഉള്ളത്. അതെല്ലാം കൂടി 2 ഒറ്റപ്പദം, അതെല്ലാം കൂടി ചേർന്ന ഒരു 20 മാർക്കാണ് കണ്ടുവരുന്നത്. അപ്പോ നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഒരു ചോദ്യ പേപ്പറാണ്. അപ്പോ ശരിയായ പദം ഏത് എന്നായിരുന്നു ചോദ്യം. അപ്പോ എല്ലാ വിധത്തിലുമുള്ള എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് സർവതോമുഖം. അപ്പൊ സർവതോമുഖം, സർവതോന്മുഖം, സർവതോമുഖം, സർവദുന്മുഖം എന്നൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോ ശരിയുത്തരം ഏതാണ് എന്നറിയാമോ? ഇതാണ് സർവതോമുഖം. ഇതാണ് ശരിയായ പദം. അപ്പൊ സർവതോമുഖം, എല്ലാ വിധത്തിലുമുള്ള. ഈ ഒരു പ്രയോഗങ്ങളൊക്കെ എന്താണ്? തെറ്റാണ്. സർവതോമുഖമാണ് ശരി. അപ്പോ നമുക്ക് അതുമായിട്ട് ബന്ധമുള്ള കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം. അതായത് സാർവത്രികം. നമ്മൾ പലപ്പോഴും സാർവത്രികം എന്നാണ് ഉപയോഗിക്കുക. സാർവത്രികമാണ് ശരിയായ പ്രയോഗം. സാർവത്രികം. അടുത്തത് നോക്കാം, സ്വൈര്യം. അപ്പോ എനിക്ക് ഇത്തിരി സ്വൈര്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സ്വൈര്യം അല്ല. എന്താണ് ശരിയായ പ്രയോഗം? സ്വൈരം. അതായത് നമ്മൾ സർവത്ര നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില പദങ്ങളുടെ ശരിയായ രൂപങ്ങളാണ്. തെറ്റായ പദങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. അതിന്റെയൊക്കെ ശരിയായ പദങ്ങൾ അതാണ് ശരി. യഥാസമയത്ത് തെറ്റായ പ്രയോഗമാണ്. യഥാ എന്നുള്ളൊരു പദത്തിൽ കൂടി തന്നെ അതിന്റെ അർത്ഥം കിട്ടുന്നുണ്ട്. പിന്നെ എന്ത് വേണ്ട? അത്ത് എന്നുള്ള പ്രത്യയത്തിന്റെ ആവശ്യം വേണ്ട. അപ്പോ യഥാസമയത്ത് തെറ്റാണ്. ഏതാണ് ശരി? യഥാസമയം ആണ് ശരി. അടുത്ത നോക്കാം, തറവാടിത്തം. ഇതാണ് ശരിയായ പ്രയോഗം. അതായത് നമുക്കറിയാം ഇതൊരു നിയമമുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മലയാള പദങ്ങളോടൊപ്പം മാത്രമേ ഇത്തം വരികയുള്ളൂ. സംസ്കൃത പദങ്ങളോടൊപ്പമാണ് എന്ത് വരിക? ത്വം വരിക എന്നുള്ളത്. അപ്പോ മലയാള പദമാണ് തറവാടിത്തം എന്നുള്ളത് മനസ്സിലായില്ലേ? അതേപോലെ നല്ല ഒരു ചോദ്യമാണ് ഇത്. കഠിനം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുക നിഷ്ഠൂരം എന്നാണ്. ഇത് ശരിയായ പദം എന്താണെന്ന് കണ്ടോ? നിഷ്ഠുരം ആണ് ശരി. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്. അപ്പൊ ഇങ്ങനെ ഉപയോഗിക്കുന്ന, അതായത് ഒരു പദത്തിന്റെ തന്നെ പല രൂപങ്ങളല്ല, നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ചില തെറ്റായ പദങ്ങളാണ് പരിചയപ്പെടുത്തിയത്. അപ്പോ സാർവത്രികം ശരിയാക്കുമല്ലോ. സ്വൈര്യം അല്ല സ്വൈരം. യഥാസമയത്ത് അല്ല. ഏതാണ് ശരി? യഥാസമയം. തറവാടിത്വം അല്ല തറവാടിത്തം. അപ്പൊ മലയാള പദമാണെന്ന് മനസ്സിലായില്ലേ? അപ്പോ നിഷ്ഠുരം ആണ് ശരിയായ പ്രയോഗം. കഠിനം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് എന്ത്? നിഷ്ഠുരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ശരിയേത്? ഞാൻ ഇത് ഒരു ചോദ്യ പേപ്പർ തന്നെയാണ്. അതിനകത്ത് 2 ചോദ്യങ്ങൾ എന്തിൽ നിന്നായിരുന്നു? LD ടൈപ്പിസ്റ്റിന്റെ ആദ്യത്തെ 2 ചോദ്യങ്ങളും പദശുദ്ധിയിൽ നിന്നായിരുന്നു. അടുത്ത ചോദ്യമാണിത്. അത്തിവാരം, പരിണത ഫലം, വ്യത്യസ്തം, ആഠ്യത്വം. 4 വ്യത്യസ്ത പദങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇതിനകത്തെ ശരിയായവ ഏതാണ് എന്നാണ് ചോദിച്ചത്. നോക്കാം നമുക്ക്. അസ്ഥിവാരം, പരിണത ഫലം, വ്യത്യസ്തം, ആഠ്യത്വം. ഞാൻ ഇതിന്റെ ശരിയായ പദങ്ങൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇതാണ് ശരിയായ രൂപം. അപ്പൊ അസ്ഥിവാരം ഇങ്ങനെയാണ്, പരിണത ഫലം ഇങ്ങനെയാണ്, വ്യത്യസ്തം ഇങ്ങനെയാണ്, ആഠ്യത്വം ഇങ്ങനെയാണ്. അപ്പോ സംസ്കൃത പദമാണ് ആഠ്യത്വം എന്ന് മനസ്സിലാക്കുക. ത്വം സംസ്കൃത പദങ്ങളോടൊപ്പമാണ് വരിക.
അപ്പോ ആഢ്യത്വം, വ്യത്യസ്തം, പരിണത ഫലം, അസ്ഥിവാരം. അപ്പൊ ഇതനുസരിച്ച് നമുക്ക് നോക്കാം ഏതാണ് ശരിയായ പദങ്ങൾ. അസ്ഥിവാരം, പരിണത ഫലം. അപ്പോ ഏതാണ് ശരി? ബി ആണ് ശരി. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത് അല്ലെ? അത് ശരിയാക്കുമല്ലോ. അപ്പൊ നമ്മള് പദശുദ്ധിയുമായി ബന്ധപ്പെട്ട 6-8ഓളം വാക്കുകൾ നമ്മൾ ഇപ്പൊ തന്നെ പരിചയപ്പെട്ടു, 1ഉം 2ഉം ചോദ്യങ്ങളിൽ നിന്നായിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ക്ലാസ്സിലെ പദശുദ്ധിയുടെ ക്ലാസ്സിൽ വിശകലനം ചെയ്യുന്നുണ്ട്. അടുത്ത നോക്കാം. ഒറ്റപ്പദമാക്കുക. ഋഷിയെ സംബന്ധിച്ചത് ഒരുപാട് LDCക്കും ഒക്കെ ചോദിച്ച ചോദ്യമായിരുന്നു ഇത്. അപ്പോ ഋഷിയെ സംബന്ധിച്ചത് എന്താണ്? ആർഷം, ആർഷഭാരത സംസ്കാരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോ ഋഷിയെ സംബന്ധിച്ചത് ഒറ്റപ്പദം ആർഷം. അടുത്ത നോക്കാം. ബിഭിൽസ. എന്തായിരുന്നു ബിഭിൽസ? ഓപ്ഷനില് ഭേദിക്കാനുള്ള ആഗ്രഹം എന്നുണ്ടായിരുന്നു, ഭയപ്പെടുത്താനുള്ള ആഗ്രഹം എന്നുണ്ടായിരുന്നു, പറയാനുള്ള ആഗ്രഹം എന്നുണ്ടായിരുന്നു, കുടിക്കാനുള്ള ആഗ്രഹം എന്നുണ്ടായിരുന്നു. അപ്പോ നമുക്കറിയാം പറയാനുള്ള ആഗ്രഹം, കുടിക്കാനുള്ള ആഗ്രഹം ഒക്കെ സ്ഥിരം നമ്മൾ കേൾക്കുന്നതാണ് അല്ലെ? അപ്പോ ആ ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കുക. ബിഭിൽസ. അപ്പോ ഭേദിക്കാനുള്ള ആഗ്രഹത്തിനെയാണ് നമ്മൾ പറയുന്നത് എന്തു പറയുന്നത്? ബിഭിൽസ എന്ന് പറയുന്നത്. അപ്പോ ഭേദിക്കാനുള്ള ആഗ്രഹം എന്താണ്? ബിഭിൽസ. അപ്പോ മറ്റൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഭേദിച്ച് അകത്തു കടക്കാൻ വെമ്പൽ കൊള്ളുന്നവൻ എന്തായിരിക്കും? ബിഭിൽസു ആണ് ശരി ഉത്തരം. അപ്പോ ഭേദിക്കാനുള്ള ആഗ്രഹം എന്താണ്? ബിഭിൽസ. അപ്പൊ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പദങ്ങളാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മളുടെ ക്ലാസ്സുകളിലും കൂടുതൽ പദങ്ങൾ ഉണ്ടാവും. നോക്കാം. ഭേദിച്ച് അകത്തു കടക്കാൻ വെമ്പൽ കൊള്ളുന്നവൻ ബിഭിൽസു. അപ്പൊ ഭേദിച്ച് അകത്ത് കടക്കാനുള്ള ആഗ്രഹത്തെ ആയിരുന്നു നമ്മൾ എന്തു പറഞ്ഞത്? ബിഭിൽസ എന്ന് പറഞ്ഞത്. ഭേദിച്ച് അകത്തു കടക്കാനുള്ള ആഗ്രഹമുള്ളവനെ എന്തു പറയുന്നു? ബിഭിൽസു എന്ന് പറയുന്നു. അപ്പൊ നോക്കാം. ചെയ്യാനുള്ള ആഗ്രഹം ചികീർഷ. ചെയ്യാൻ ആഗ്രഹമുള്ളവൻ ആരായിരിക്കും? ചികീർഷു. അടുത്ത നോക്കാം. കാണാനുള്ള ആഗ്രഹം എന്താണെന്ന് കണ്ടോ? ദിദൃക്ഷ. അപ്പോ കാണാൻ ആഗ്രഹമുള്ളവൻ ആരായിരിക്കും? ദിദൃക്ഷു. അപ്പോ ദിദൃക്ഷ കാണാനുള്ള ആഗ്രഹം, കാണാൻ ആഗ്രഹമുള്ളവൻ ആരാണ്? ദിദൃക്ഷു. അടുത്ത നോക്കാം. കുടിക്കാനുള്ള എന്നാണ്. കുടിക്കാനുള്ള ആഗ്രഹം എന്താണ്? പിപാസ. കുടിക്കാൻ ആഗ്രഹമുള്ളവൻ ആരാണ്? പിപാസു. അപ്പോ കുടിക്കാനുള്ള ആഗ്രഹം പിപാസ, കുടിക്കാൻ ആഗ്രഹമുള്ളവൻ പിപാസു. അടുത്ത നോക്കാം. പഠിക്കാനുള്ള ആഗ്രഹം പിബഡിഷ. പഠിക്കാനുള്ള ആഗ്രഹത്തിന് പറയുന്നതാണ് പിബഡിഷ. പഠിക്കാൻ ആഗ്രഹമുള്ളവൻ ആരായിരിക്കും? പിബഡിഷു. അപ്പൊ പഠിക്കാനുള്ള ആഗ്രഹം പിബഡിഷ, പഠിക്കാൻ ആഗ്രഹമുള്ളവൻ പിബഡിഷു. അടുത്ത നോക്കാം. വളരെ പ്രധാനപ്പെട്ട, ഇതേവരെ ഒരു പരീക്ഷകളിലും വരാത്ത ഒരു ചോദ്യമാണ്. ഉറങ്ങാനുള്ള ആഗ്രഹം എന്താണ്? സുഷുപ്സ. നമുക്കറിയാം സുഷുപ്തി നിദ്രാവസ്ഥയാണ് അല്ലെ? അപ്പൊ ഉറങ്ങാനുള്ള ആഗ്രഹം സുഷുപ്സ, ഉറങ്ങാൻ ആഗ്രഹമുള്ളവൻ ആരാണ്? സുഷുപ്സു. ശ്രദ്ധിക്കുമല്ലോ. ഉറങ്ങാനുള്ള ആഗ്രഹം സുഷുപ്സ, ഉറങ്ങാൻ ആഗ്രഹമുള്ളവൻ സുഷുപ്സു. ഓക്കെ. അപ്പോ ബിഭിൽസ്വ, ബിഭിൽസു പരിചയപ്പെട്ടു. ചികീർഷ, ചികീർഷു പരിചയപ്പെട്ടു. ദിദൃക്ഷ, ദിദൃക്ഷു പരിചയപ്പെട്ടു. പിപാസ, പിപാസു പരിചയപ്പെട്ടു. പിബഡിഷ, പിബഡിഷു പരിചയപ്പെട്ടു. സുഷുപ്സ, സുഷുപ്സു പരിചയപ്പെട്ടു. അപ്പോ എന്തിനുള്ള ആഗ്രഹമാണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഇനി ഒരുപാടുണ്ട് ഇതിൻ്റെത്. അപ്പൊ ഈ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കൊടുത്തുന്നേ ഉള്ളൂ. അപ്പോ എന്താണ്? അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ, കുടിക്കാനുള്ള ആഗ്രഹം പിപാസ എന്നൊക്കെയുണ്ട്. ഇതുപോലെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതായത് അണിയാനുള്ള ആഗ്രഹം, പിന്നെ സൃഷ്ടിക്കാനുള്ള ആഗ്രഹം, തരണം ചെയ്യാനുള്ള ആഗ്രഹം. അപ്പൊ അതൊക്കെ നമുക്ക് പിന്നാലെ പരിചയപ്പെടാം. അപ്പോൾ ഇത് ഇത്രയും ശ്രദ്ധിക്കുക. അടുത്തത് പൂങ്കുല എന്ന അർത്ഥമുള്ള പദം ഏത്? നോക്കാം. ഓപ്ഷൻ മഞ്ജുള, മഞ്ജുഷ, മഞ്ചരി, മഞ്ചീരം. ഈ 4 ഓപ്ഷൻ ആണ് ഉള്ളത്. പൂങ്കുല. അപ്പോ നമുക്ക് ഓരോന്നിന്റെയും ഒന്ന് അർത്ഥം മനസ്സിലാക്കാം. മഞ്ചീരം കാൽച്ചിലമ്പാണ്. മഞ്ജുഷ വലിയ പൂക്കൂടയ്ക്കാണെന്ന് പറയുന്നത്. മഞ്ജുഷ എന്ന് പറയുന്നത്
മഞ്ജുളം മനോഹരം. അപ്പൊ നമ്മുടെ ഉത്തരം കിട്ടിയില്ലേ? എന്താണ് ശരി ഉത്തരം? മഞ്ചരി ആണ് എന്ത്? പൂങ്കുല. ശ്രദ്ധിക്കുമല്ലോ, പൂങ്കുല എന്നർത്ഥമുള്ള പദം ഏതാണ്? മഞ്ചരി. ഓക്കെ, അടുത്തത് നോക്കാം. വിപരീത പദം എഴുതുക. ഖണ്ഡനം. അപ്പോ നമുക്കറിയാം, മലയാള സാഹിത്യം ഐച്ഛികമായിട്ട് എടുത്ത് പഠിക്കുന്നവർക്ക് അറിയാം, മലയാളത്തിലെ 2 വിമർശന ശാഖകളാണ് ഖണ്ഡന വിമർശനവും മണ്ഡന വിമർശനവും. നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്ത് പഠിച്ചാലും അർത്ഥം അറിഞ്ഞ് പഠിക്കുമ്പോൾ നമുക്കത് എവിടെയെങ്കിലും ഉപകാരപ്പെടും എന്നുള്ളത്. ഇത് പദശുദ്ധിക്ക് ചോദിക്കാം, ഒറ്റപ്പദമായിട്ട് ചോദിക്കാം, അല്ലെ? അപ്പോ ഖണ്ഡന വിമർശനവും മണ്ഡന വിമർശനവും, അതായത് ഏതൊരു കൃതിയെയും അനുകൂലമായി, അതായത് ഏതൊരു കൃതിയെയും അനുകൂല വിമർശനത്തിനാണ് നമ്മൾ പറയില്ല പദം പ്രയോഗിച്ചത് നന്നായി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. അപ്പൊ അനുകൂല വിമർശനത്തിന് പറയുന്ന പേരാണ് മണ്ഡന വിമർശനം. അതായത് പ്രതികൂല വിമർശനത്തിന് പറയുന്ന പേരാണ് ഏതാണ്? ഖണ്ഡന വിമർശനം. കൃതിയെയും എഴുത്തുകാരനെയും നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് നടത്തുന്ന നിരൂപണത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഖണ്ഡന വിമർശനം എന്ന്. അപ്പോ ഖണ്ഡനത്തിന്റെ വിപരീതം കണ്ടോ? മണ്ഡനം. അപ്പോ അപഖണ്ഡനം, നിർഖണ്ഡനം, വിഖണ്ഡനം എന്നൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ശരി ഉത്തരം ഏതാണ്? മണ്ഡനം ആണ്. അപ്പോ ഖണ്ഡനത്തിന്റെ വിപരീതം എന്താണ്? മണ്ഡനം. ശ്രദ്ധിക്കുക. അടുത്ത നോക്കിയേ, ഞാൻ ഇതുമായിട്ട് ബന്ധമുള്ള കുറച്ച് റെയർ ആയിട്ടുള്ള വിപരീത പദങ്ങൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഖണ്ഡനം എന്നുള്ളത് അങ്ങനെ മുൻവർഷ ചോദ്യങ്ങളിലൊന്നും നമുക്ക് കണ്ട് പരിചയമുള്ള വിപരീതമായിരുന്നില്ല. അപ്പൊ അതുപോലെ നമുക്ക് ചുറ്റും ഒരുപാട് വാക്കുകളുണ്ട്, അവയ്ക്കൊക്കെ വിപരീതങ്ങളുമുണ്ട്. അങ്ങനെ കുറച്ച് പുതുമയുള്ള വാക്കുകളാണ് ഈ ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കാം. മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട 2 പ്രയോഗങ്ങളാണ് ജീവൽ ഭാഷയും മൃതഭാഷയും. സജീവമായ ഭാഷയ്ക്ക് പറയുന്ന പേരാണ് ജീവൽ ഭാഷ, നിർജീവമായ ഭാഷയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? മൃതഭാഷ. ശ്രദ്ധിക്കുമല്ലോ. ഇനി ചെറിയ സുഖം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് ചിറ്റിമ്പം. വലിയ സുഖം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് പേരിമ്പം. അപ്പോ ചിറ്റിമ്പം, വിപരീതം എന്താണ്? പേരിമ്പം. അടുത്ത നോക്കാം. സുമതി, കുമതി. മതി എന്ന് വെച്ചാൽ ബുദ്ധി ആണെന്ന് നമുക്കറിയാം. നല്ല ബുദ്ധിയോട് കൂടിയവൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് സുമതി. അപ്പൊ കുബുദ്ധികാരിയായ സ്ത്രീക്ക് എന്തു പറയുന്നു? കുമതി എന്ന് പറയുന്നു. അപ്പൊ സുമതി, വിപരീതം എന്താണ്? കുമതി. അടുത്തത് നോക്കാം. വൈരം, ശത്രുത. നമുക്കറിയാം അരി, റിപു, വൈരി ഒക്കെ ശത്രുവിന്റെ പര്യായമാണ്. അപ്പൊ ശത്രുത എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് വൈരം. അതിന്റെ വിപരീതം കണ്ടോ? സൗഹാർദ്ദ മനോഭാവം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതാണ്? സഖ്യം. അപ്പൊ വൈരം, വിപരീതം എന്താണ്? സഖ്യം. അടുത്ത നോക്കാം. ഒറ്റ, ഇരട്ട. ഓജം. ഒറ്റ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് ഓജം. ഇരട്ട എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് യുഗ്മം. ഇപ്പൊ യുഗ്മഗാനം എന്നൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്, അല്ലെ? ഇപ്പോ ജീവൽ ഭാഷ, മൃതഭാഷ, ചിറ്റിമ്പം, പേരിമ്പം, കുമതി, സുമതി, വൈരം, സഖ്യം, ഓജം, വിപരീതം എന്താണ്? യുഗ്മം. അപ്പൊ ഇത്രയും വാക്കുകൾ പരിചയമായില്ലേ? അപ്പോ ഖണ്ഡനം, മണ്ഡനം എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു 5 വിപരീതങ്ങളും കൂടി, പുതുമയുള്ള 5 വിപരീതങ്ങളും കൂടി നമ്മൾ പരിചയപ്പെട്ടു. നമ്മൾ എന്തു പഠിച്ചാലും എന്താണ്? അർത്ഥം മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യണം. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. സമാനാർത്ഥമുള്ള പദം കണ്ടെത്തുക. കൽമഷം. ഇപ്പോ വിഷം, മഷി, പാപം, കണ്ണാടി എന്നൊക്കെയായിരുന്നു ഓപ്ഷൻസ്. അപ്പൊ കൽമഷം എന്താണ്? പാപം ആണ്. പാപം വിപരീതം നമുക്ക് പുണ്യം പറയാമല്ലോ. അപ്പൊ കൽമഷം, പാപം. അടുത്ത നോക്കാം. പരദേശം, അന്യദേശം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന, എപ്പോഴും പര എന്നുള്ളത് വരുമ്പോ അന്യ എന്നുള്ള അർത്ഥത്തിലാണ് നമുക്ക് കിട്ടുക. അപ്പോ പരദേശം എന്താണ്? സ്വദേശം, വിപരീതമാണ് എന്ത്? പരദേശം. സ്വദേശം, സ്വന്തം ദേശം. അന്യദേശം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതാണ്? പരദേശം. ശ്രദ്ധിക്കുമല്ലോ. അടുത്ത നോക്കാം. പവിഴം എന്ന അർത്ഥമുള്ള പദങ്ങൾ ഏതൊക്കെ? അപ്പോ നമ്മുടെ പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു എന്ന് ശ്രദ്ധിക്കുമല്ലോ. ഒറ്റപ്പദമായിട്ടല്ല, ഇങ്ങനെ ഏ ശരി ബി ശരി എന്നുള്ള ലെവൽ ചോദ്യമാണ് ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. അപ്പോൾ ഇതിനു മുൻപുള്ള പരീക്ഷകളിലൊന്നും അത് ചോദിച്ചിട്ടും ഉണ്ടായിരുന്നില്ല ഈ രീതിയിൽ. അപ്പൊ പ്രവാളം, സുഭദ്രകം,
ഹിരണ്യം, വിദ്രുമം. അപ്പോ പവിഴം എന്ന അർത്ഥമുള്ള പദങ്ങൾ. അപ്പൊ നമ്മൾ ഇവിടെ 4 ഓപ്ഷൻസ് ആണ് പരിചയപ്പെട്ടത്. പ്രവാളം, സുഭദ്രകം, ഹിരണ്യം, വിദ്രുമം. നമുക്ക് നോക്കാം. പ്രവാളം പവിഴമാണ്, വിദ്രുമം പവിഴമാണ്. സുഭദ്രകം എന്താണെന്ന് നോക്കാം. കൂവളം എന്നും ദേവന്റെ വിഗ്രഹം വെക്കുന്ന സ്ഥലം എന്നും അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് സുഭദ്രകം. അടുത്തത് ഹിരണ്യത്തിന് സ്വർണമെന്നും വെള്ളിയെന്നും അർത്ഥമുണ്ട്. അപ്പോ നമ്മുടെ ഉത്തരം കിട്ടിക്കാണുമല്ലോ. അപ്പോ പ്രവാളം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതൊക്കെ? പവിഴം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതൊക്കെ? പ്രവാളവും പറയാം, വിദ്രുമവും പറയാം. അപ്പൊ ഏതൊക്കെയായിരിക്കും? 1ഉം 4ഉം. ഓപ്ഷൻ എ അല്ലേ? ഇപ്പൊ സുഭദ്രകത്തിന്റെയും ഹിരണ്യത്തിന്റെയും അർത്ഥവും മനസ്സിലായി കാണുമല്ലോ. അപ്പൊ പവിഴം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ. അടുത്തത് നോക്കാം. പിരിച്ചെഴുതുക, നന്നൂൽ. ഒരു കൃതിയുടെ പേരും കൂടിയാണ് നന്നൂൽ. അപ്പോ നല് പ്ലസ് നൂൽ ആണ് എന്തായിട്ട് മാറുന്നത്? നന്നൂൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് സന്ധിപ്രകാരം ഉള്ള നിയമങ്ങളൊക്കെ ആ ക്ലാസ്സിൽ പറയാം. ഇപ്പോ നന്നൂൽ എന്താണ്? നല് പ്ലസ് നൂലാണ്. ആദേശ സന്ധിയുടെ ഉദാഹരണമായിട്ട് വരുന്നതാണ്, ആദേശം സംഭവിക്കുന്നതാണ്. അപ്പോ നല് പ്ലസ് നൂൽ ആണ് നന്നൂൽ. അടുത്ത നോക്കിയേ, സ്വരസന്ധിക്ക് ഉദാഹരണം ഏത്? നമ്മുടെ PSCയുടെ ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ടാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. സ്വരസന്ധിക്ക് ഉദാഹരണം ഏത്? നമ്മൾ എപ്പോഴും കേട്ടുള്ളത് ലോപം, ആഗമം, ആദേശം, ദ്വിത്വം എന്നൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം കഴിഞ്ഞൊരു ചോദ്യ പേപ്പറിൽ വന്നിരുന്നു ടൈപ്പിസ്റ്റിന്റെ. സ്വരസന്ധിക്ക് ഉദാഹരണം ഏത്? നമുക്ക് എന്താണ് സ്വരസന്ധി എന്ന് അറിയണ്ടേ? നോക്കാം. സന്ധിയിൽ പരസ്പരം ചേരുന്ന വർണ്ണങ്ങളുടെ സ്വരവ്യഞ്ജന ഭേദം അനുസരിച്ച്, അതായത് അപ്രോ ഇപ്രോ സ്വരമാണോ വ്യഞ്ജനമാണോ എന്നുള്ളതിനെ ആസ്പദമാക്കി സന്ധി 4 വിധമുണ്ട്. നമ്മൾ ലോപമാഗമ ആദേശം ദ്വിത്വം പറയാറുണ്ട്. അത് സന്ധിയിൽ വർണ്ണങ്ങൾക്കുണ്ടാകുന്ന മാറ്റം അനുസരിച്ചുള്ള വിഭജനമായിരുന്നു. ഇത് എന്താണ്? സ്വരമാണോ വ്യഞ്ജനമാണോ പരസ്പരം ചേരുന്നത് എന്നുള്ളതിനെ ആസ്പദമാക്കി സ്വരസന്ധി, സ്വരവ്യഞ്ജന സന്ധി, വ്യഞ്ജന സ്വരസന്ധി, വ്യഞ്ജന സന്ധി എന്നിങ്ങനെ 4 ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? സ്വരസന്ധി, സ്വരവ്യഞ്ജന സന്ധി, വ്യഞ്ജന സന്ധി, പിന്നെ അതാണ് വ്യഞ്ജന സ്വരസന്ധിയും വ്യഞ്ജന സന്ധിയും ഉണ്ട്. അപ്പൊ എന്താ സ്വരസന്ധി? സ്വരവും സ്വരവും തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന വർണ്ണമാറ്റത്തെയാണ് സ്വരസന്ധി എന്ന് പറയുന്നത്. സ്വരവ്യഞ്ജന സന്ധി എന്താണ്? സ്വരവും, അതായത് ആ ചേരുന്ന വർണ്ണങ്ങളിൽ ഒന്ന് സ്വരം ഒന്ന് വ്യഞ്ജനം. വ്യഞ്ജനമാണെങ്കിൽ രണ്ട് വർണ്ണങ്ങളും വ്യഞ്ജനമാണെങ്കിൽ വ്യഞ്ജന സന്ധി. പിന്നെ വ്യഞ്ജന സ്വരസന്ധി ആണെങ്കിലോ ആദ്യം വ്യഞ്ജനം പിന്നെ സ്വരം. ഓക്കെ, അപ്പോ അതനുസരിച്ച് വരുന്നത് ഏതാണ് ഇവിടെ? കവി പ്ലസ് ഇന്ദ്രനാണ് ശരി ഉത്തരം. കവീന്ദ്രൻ അല്ലെ? രണ്ടും ഈ തന്നെയാണ് വരുന്നത്. അപ്പൊ സ്വരസന്ധി 2 സ്വരാക്ഷരങ്ങൾ തമ്മിലുള്ള ചേർച്ചയാണ് ഈ വാക്കിൽ നടക്കുന്നത്. അപ്പൊ തൺ പ്ലസ് താർ അല്ല, പ്രദീപ് പ്ലസ് അക്ഷരം ഒന്നും അല്ല. അപ്പൊ അത് ശ്രദ്ധിക്കുക. അടുത്തത് നോക്കാം. എതിർലിംഗം എഴുതുക. സാത്വികൻ, സാത്വികി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോ സ്വത്തുഗുണത്തോട് കൂടിയവെന്നൊക്കെ പറയാം. അപ്പൊ സാത്വികൻ, അപ്പൊ സാത്വികി ആണ് ശരി. ഇനി വിധവ, 2 എതിർലിംഗത്തിന്റെ ചോദ്യം നമ്മൾ പരിചയപ്പെട്ടില്ലേ? ഭാര്യ മരിച്ച ഭർത്താവ്. അപ്പോ വിധവ, വിധുരൻ. വിധവയുടെ എതിർലിംഗമാണ് വിധുരൻ. ഈ വിധുരൻ ഉണ്ട്, അതൊരു മന്ത്രിയുടെ പേരാണ് അല്ലെ? അപ്പൊ അതല്ല. അപ്പൊ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം, വിധുരൻ. അടുത്തത് കുറച്ച് എതിർലിംഗങ്ങൾ റെയർ ആയിട്ടുള്ളത് നമ്മൾ ഇവിടെ പറയാണ്. ഗണകൻ, ഗണകി. ഗണിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്, അതായത് ജ്യോത്സ്യൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് ഗണകൻ. എതിർലിംഗം കണ്ടോ? ഗണകി. ജ്യോത്സ്യം, അതായത് ജ്യോത്സ്യയായ സ്ത്രീയെയാണ് പറയുന്നത്. അടുത്തത് ദാരകൻ, ദാരിക. ദാരകന്റെ എതിർലിംഗം കണ്ടോ? ദാരിക. ദാരകൻ എന്ന് വെച്ചാൽ പുത്രൻ എന്നാണ് അർത്ഥം. പുത്രി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ദാരിക. ദൂതൻ, ദൂത് പോകുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ദൂതൻ. എതിർലിംഗം കണ്ടോ? ദൂതി. അടുത്തത് ദോഷമുള്ളവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ദോഷി. അതിന്റെ എതിർലിംഗം എന്താണ്? ദോഷിണി. ഇപ്പൊ ദോഷി എതിർലിംഗം ദോഷിണി. പ്രഭു എതിർലിംഗം കണ്ടോ? പ്രഭ്വി. അപ്പോ ഗണകൻ, ഗണകി, ദാരകൻ, ദാരിക, ദൂതൻ, ദൂതി, ദോഷി, ദോഷിണി, പ്രഭു എതിർലിംഗം പ്രഭ്വി. അടുത്തത് നോക്കാം. സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്?
അപ്പൊ നമുക്ക് ആവശ്യമായ ഒരു വ്യാകരണ ഭാഗമാണ്. അപ്പോ ആണിനെ കുറിക്കുന്നത് പുല്ലിംഗം, അതൊക്കെ നമുക്കറിയാം. സ്ത്രീയെ കുറിക്കുന്നത് സ്ത്രീലിംഗം എന്നൊക്കെ അറിയാം. അതായത് സലിംഗം, അതായത് എന്താണ് നമുക്കറിയാം. വചനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വന്ന ചോദ്യമാണ്. വചനം രണ്ട് വിധമുണ്ട്. ഏതൊക്കെ? ഏകവചനവും ബഹുവചനവും. ഒന്നിനെ കുറിക്കുന്നത് ഏകവചനം, ഒന്നിലധികം എണ്ണത്തെ കുറിക്കുന്നത് എന്താണ്? ബഹുവചനം. ഒന്നിലധികം എണ്ണത്തെ കുറിക്കുന്ന ബഹുവചനം 3 വിധമുണ്ട്. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. എന്താണ് സലിംഗ ബഹുവചനം എന്ന് പറയാം. ലിംഗത്തോട് കൂടിയത് നമുക്ക് തന്നേക്കുന്ന ഉദാഹരണത്തിന്റെ ബഹുത്വം പുല്ലിംഗത്തിന്റെ ബഹുത്വമാണോ, സ്ത്രീലിംഗത്തിന്റെ ബഹുത്വമാണോ, നപുംസകത്തിന്റെ ബഹുത്വമാണോ എന്ന് വ്യക്തമായി വേർതിരിച്ചറിയാൻ പറ്റുന്ന ബഹുവചനത്തെയാണ് എന്തെന്ന് പറയുന്നത്? സലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് അങ്ങനെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നത് ഏതേ ഉള്ളൂ? ദേവതമാർ. ഇപ്പൊ മിടുക്കർ എന്ന് പറഞ്ഞാൽ അത് വ്യക്തമല്ല, ആണും ഉണ്ടാവും പെണ്ണും ഉണ്ടാവാം. സമരക്കാർ, ആണും ഉണ്ടാവും പെണ്ണും ഉണ്ടാവും. ജനങ്ങൾ, ആണും ഉണ്ട് പെണ്ണും ഉണ്ട്. അപ്പൊ ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? അലിംഗ ബഹുവചനമാണ്. അലിംഗ ബഹുവചനം, അതായത് ലിംഗം ഏത് എന്ന് അറിയാൻ പറ്റാത്ത ബഹുവചനത്തെയാണ് അലിംഗ ബഹുവചനം. അതിനകത്ത് സ്ത്രീയും പുരുഷനും ഒരുമിച്ചുള്ള ബഹുത്വം ഉണ്ടാവും. ഇപ്പൊ സമരക്കാർ ആണെങ്കിലും മിടുക്കർ ആണെങ്കിലും ജനങ്ങൾ ആണെങ്കിലും ഒക്കെ അത്തരത്തിലുള്ളതാണ്. അപ്പോ ദേവതമാർ എന്തിന് ഉദാഹരണമാണ്? സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. ഏത് ലിംഗമാണ്? അതായത് സ്ത്രീ ബഹുത്വമാണ് അല്ലെ, സ്ത്രീകളുടെ ബഹുത്വമാണ്. അപ്പൊ അതിന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ട് ഉത്തരം ഏതാണ്? ദേവതമാർ. അടുത്തതിലേക്ക് പോകാം. വചനമേത്? ഗുരുക്കൾ. കണ്ടോ, വചനത്തിൽ നിന്ന് 2 ചോദ്യങ്ങൾ വന്നത്. ഗുരുക്കൾ ഏകവചന രൂപത്തിന്റെ കൂടെ ബഹുവചന പ്രത്യയം ചേർക്കുന്നത്, അതായത് ബഹുമാനം കാണിക്കാനായി ഏകവചന രൂപത്തിൽ ബഹുവചന പ്രത്യയം ചേർക്കുന്നതാണ് എന്ത്? പൂജക ബഹുവചനം. കണ്ടോ, ഗുരുക്കൾ. കളരി പഠിപ്പിക്കുന്ന ആളെയൊക്കെ നമ്മൾ കളരി ഗുരുക്കൾ എന്ന് പറയും. ഒരാളെ ഉള്ളൂ, ആ ആളോടുള്ള ബഹുമാനം കാണിക്കാനായിട്ട് നമ്മൾ എന്ത് ചേർത്തിരിക്കുന്നു? ബഹുവചന പ്രത്യയം ചേർത്തേക്കുന്നതാണ്. വൈദ്യർ, ശാസ്ത്രികൾ, തിരുവടികൾ അല്ലെ, അതൊക്കെ പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ്. അടുത്ത നോക്കാം. മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ് എന്ന ചൊല്ലിന് സമാനമായതേത്? അതായത് നമ്മൾ അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം എന്നുള്ള അർത്ഥത്തിൽ കാറ്റുള്ളപ്പോൾ പാറ്റുക. മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ്. അടുത്ത നോക്കാം, ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്ന് നോക്കാം. പയ്യെ തിന്നാൽ പനയും തിന്നാം. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ പറയാം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്, അതൊക്കെ ഇതേ ആശയത്തിൽ ഉപയോഗിക്കുന്ന ചൊല്ലുകളാണ്. കാറ്റുള്ളപ്പോൾ പാറ്റുക, നമ്മളിപ്പോ ഒരെണ്ണം പറഞ്ഞു, അതിലുപരി ഒന്നും കൂടി പറയാം. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട്. ഇത് രണ്ടും എന്താണ്? കാറ്റുള്ളപ്പോൾ പാറ്റുക, അതായത് അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. മിന്നുന്നതെല്ലാം പൊന്നല്ല. ഇനി വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും അല്ലെ, എന്തും നമുക്ക് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ എന്തും പറ്റും എന്നുള്ള അർത്ഥത്തിൽ. വേർ ദെർ ഈസ് എ വിൽ ദെർ ഈസ് എ വേ. അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് പഴഞ്ചൊല്ലിൽ നിന്നും 2 ചോദ്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോ ആശയം, അതായത് ആശയം തന്നിട്ട് അതിന് തത്തുല്യമായിട്ടുള്ള ചൊല്ല് ഏതെന്നായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചൊല്ല് തന്നിട്ട് അതിന്റെ സമാനമായിട്ടുള്ള മലയാളം ചൊല്ല് ഏതെന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുക. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് സജ്ജരായിരിക്കണം. ഓക്കെ, അടുത്തത് നോക്കാം. പരിഭാഷപ്പെടുത്തുക. അഡ്ജേൺ, നീട്ടിവെക്കുക, ആരംഭിക്കുക, ഉപേക്ഷിക്കുക, അവസാനിപ്പിക്കുക എന്നൊക്കെ ഉണ്ട്. നീട്ടിവെക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് ഇത് അഡ്ജേൺ. അപ്പൊ ഭരണഭാഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പദങ്ങൾ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്, ചോദിച്ചിട്ടുമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്ലാസ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഭരണഭാഷകൾക്ക് മാത്രമായിട്ട് നമ്മൾ പരിഭാഷയുടെ ക്ലാസ്സിൽ സ്ഥിരം ചോദ്യങ്ങൾക്ക് പുറമെ ഭരണഭാഷയുമായി ബന്ധപ്പെട്ട പദങ്ങൾ മാത്രം നമ്മൾ ക്ലാസ്സിൽ വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പോ നീട്ടിവെക്കുക എന്നുള്ള അർത്ഥം. അടുത്ത നോക്കാം. ശൈലി വ്യാഖ്യാനിക്കുക. ആലത്തൂർ കാക്ക, അതായത് ഒരുപാട് നിങ്ങൾ കേട്ടുള്ള ഒരു ചൊല്ലാണ് ചോദിച്ചത്. ആശിച്ച് കാലം കളയുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമായിരുന്നു ആലത്തൂർ കാക്ക. അപ്പൊ പുറമേ സ്നേഹം നടിക്കുന്നയാൾ, അശ്രദ്ധയോടെ കാര്യം നിർവഹിക്കുന്നയാൾ, തളർന്നിരിക്കുന്ന ആൾ എന്നൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആശിച്ചു കാലം കളയുന്ന ആൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലിയായിരുന്നു ആലത്തൂർ കാക്ക. അപ്പോ അതുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ആ തരത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് ശൈലികളാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. അങ്ങാടി നമ്പൂരി അല്ലെ, അങ്ങാടി നമ്പൂതിരി എന്നും ഉണ്ടാവും, അങ്ങാടി നമ്പൂതിരി.
തെരുവ് നീളെ അലഞ്ഞു തിരയുന്ന ആളിനെയാണ് ഏത് ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങാടി നമ്പൂതിരി. അടുത്തതോ അടുക്കളക്കുട്ടൻ. വീട്ടിലിരുന്ന് വമ്പു പറയാൻ കൊള്ളാം. പുറത്തോട്ടിറങ്ങി നാലാളുകളുടെ വർത്താനം പറയാനോ അങ്ങനെ ഒന്നുമില്ല. വീട്ടിലിരുന്ന് മാത്രം വമ്പു പറയുന്ന ആളെ കുറിക്കാൻ ഉപയോഗിക്കുന്ന ശൈലിയാണ് എന്ത്? അടുക്കളക്കുട്ടൻ. ഇതേപോലെ രസകരമായിട്ടുള്ള ഒരുപാട് ശൈലികളുണ്ട്. അതൊക്കെ നമുക്ക് ശൈലികളുടെ ക്ലാസ്സിൽ പരിചയപ്പെടാം. അടുത്ത നോക്കാം. അമ്മി, അമ്മയല്ലേ, അമ്മി ചാടിക്കടന്ന വീരൻ. അമ്മിക്കല്ല് വളരെ ചെറുതാണെന്ന് നമുക്കറിയാം. അതായത് അതങ്ങോട്ട് ചാടിക്കിടക്കുക, അത് വലിയ സംഭവമൊന്നും അല്ല. അപ്പൊ അല്പൻ, നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കുന്നതോ വലിയ സംഭവം ചെയ്ത ആളാണെന്നല്ലേ. അപ്പൊ അല്പൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് എന്ത്? അമ്മി ചാടിക്കടന്ന വീരൻ. അടുത്തതോ അഴകിയ രാവണൻ. വേഷം കെട്ടി ഞെളിഞ്ഞു നടക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ് അഴകിയ രാവണൻ. കഴിഞ്ഞ ഒരു എക്സാമിന് അതിന്റെ ഇംഗ്ലീഷ് ചോദിച്ചിട്ട്, അതായത് ഫാഷൻ മോങ്കർ എന്നതിന് സമാനമായ പ്രയോഗം ഏത് എന്നൊരു ചോദ്യം വന്നിരുന്നു. അഴകിയ രാവണൻ അല്ലെ. അപ്പൊ അഴകിയ രാവണൻ, വേഷം കെട്ടി ഞെളിഞ്ഞു നടക്കുന്നവൻ. അടുത്തത് ഇല്ലത്തെ പൂച്ച. എവിടെയും പ്രവേശനമുള്ളത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ് ഏത്? ഇല്ലത്തെ പൂച്ച. ഇടി കേട്ട പാമ്പ്, ഇടി കേട്ട മയിൽ. അതായത് പ്രകൃതി പ്രതിഭാസമായ ഇടി കേൾക്കുമ്പോൾ ഈ രണ്ട് ജീവികൾക്കും രണ്ട് തരത്തിലാണ് അനുഭവപ്പെടുന്നത് അല്ലെ. ഒരാള് ആ ഇടി കേൾക്കുന്ന ഉടനെ നൃത്തം ചെയ്യാനായി തുടങ്ങും, ഒരാള് പേടിച്ചെന്ത് ചെയ്യും? മാളത്തിൽ ഒളിക്കുകയും ചെയ്യും. അപ്പോ ഇടി കേട്ട പാമ്പ് എന്ന് പറയുന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത്യധികം ഭയപ്പെട്ടവൻ എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ ഭയപ്പെടുക എന്നുള്ളതാണ്. ഇടി കേട്ട മയിലാണെങ്കിലോ സന്തുഷ്ടൻ അല്ലെ, അതീവ സന്തോഷമുള്ളവൻ എന്ന അർത്ഥമാണ്. അങ്ങനെ കുറച്ച് കൗതുകമുള്ള ശൈലികളാണ് നമ്മൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചോദ്യം വളരെ എളുപ്പമായിരുന്നു ആലത്തൂർ കാക്ക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ ശൈലികൾ നിങ്ങൾക്കായിട്ട് ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ശൈലികൾ നമുക്ക് പിന്നാലെ പഠിക്കാം. അപ്പോ കൂപമണ്ടൂകം അടുത്തൊരു ശൈലി അല്ലെ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത്? നമുക്കറിയാം, കൂപം എന്ന് വെച്ചാൽ കിണറാണ്, മണ്ടൂകം തവളയാണ്, കിണറ്റിലെ തവള അല്ലെ. അപ്പോ എന്താണ്? ആ കിണറ്റിൽ കിടക്കുന്ന തവളയ്ക്ക് അതാണ് തന്റെ ലോകം എന്നാണ് വിചാരിക്കുക അല്ലെ. അതായത് ലോകപരിജ്ഞാനം ഇല്ലാത്തവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ് ഏത്? കൂപമണ്ടൂകം, അല്ലെങ്കിൽ എന്ത്? കിണറ്റിലെ തവള എന്നുള്ളത്. അപ്പൊ അതും നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. അപ്പൊ വന്ന ചോദ്യങ്ങൾ രണ്ടും അധികം ബുദ്ധിമുട്ടില്ലാത്തതാണ്. പക്ഷെ എപ്പോഴും നമ്മൾ അങ്ങനെ വിചാരിക്കരുത്. നല്ല നല്ല ചോദ്യങ്ങൾ നമ്മൾ തേടിപ്പിടിച്ച് പരിചയപ്പെടണം. അപ്പോ ബന്ധനത്തിൽ അകപ്പെട്ട മഹാവീരൻ, വലിയ മടിയൻ, പ്രാമാണിത്വം നടിക്കുന്നവൻ എന്നൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോ ലോകപരിജ്ഞാനം ഇല്ലാത്തവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ് ഏത്? കൂപമണ്ടൂകം. അപ്പോ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഒരു LD ടൈപ്പിസ്റ്റിന്റെ 20 ചോദ്യങ്ങളാണ് നമ്മളിപ്പോ വിശകലനം ചെയ്തത്. അപ്പോ ഇതും ഇതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. LD ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച 20 ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. അപ്പോ LD ടൈപ്പിസ്റ്റിന് മാത്രമായിട്ടല്ല PSC ഒരു ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പൊ അതിലേക്ക് എത്രയും വേഗം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് ഒരുമിച്ച് ടോപ്പിക് വൈസ് ഉള്ള ഒരു പഠനം ആരംഭിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.